AI അഥവാ നിർമ്മിത ബുദ്ധി യഥാർത്ഥ ലോകവുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകാനിടയുള്ള പുരോഗതിയെയും അപകടങ്ങളെയും കുറിച്ച് ജാഗരൂകരാണ് ജനം. എന്നാൽ പോലും അല്പം ആശങ്ക ജനിപ്പിക്കുന്ന പല വാർത്തകളും AIയെ സംബന്ധിച്ച് പുറത്തുവരാറുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. സിറിൻ മെലാസ് എന്ന ഒരു സിറിയൻ നടി AI വഴി തന്റെ മരിച്ചുപോയ അമ്മയുമായി സംസാരിച്ചു. അമ്മയുമായി വേർപിരിഞ്ഞതിന്റെ ദുഃഖം മറക്കാനാണ് താൻ AI ചാറ്റ് ബോട്ട് ഉപയോഗിച്ചതെങ്കിലും അമ്മയുമായുള്ള സംസാരം വളരെ യാഥാർത്ഥ്യവും പേടിപ്പെടുത്തുന്നതുമായിരുന്നുവെന്ന് യുവതി വെളിപ്പെടുത്തുന്നു. വേർപിരിയലും പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടവും ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും ക്രൂരമായ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ്. ആ നഷ്ടത്തിന്റെ ദുഃഖം തരണം ചെയ്യുന്നതിലും പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനുള്ള വഴികൾ തേടുന്നതിലും ആളുകൾ വ്യത്യസ്തരാണ്. എന്നാൽ സാങ്കേതിക വിദ്യയുടെ പുതിയ യുഗത്തിൽ ഈ സ്വാഭാവികമായ ദുഃഖപ്രക്രിയയെ ലഘൂകരിക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ സഹായിക്കുന്നുണ്ട്. സ്കൈ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ അപ്രതീക്ഷിതമായി അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ സിറിൻ മെലാസ് എന്ന സിറിയൻ നടി ഒരു പുതിയ വഴി കണ്ടെത്തി. മരിച്ചവരെ അനുകരിക്കുന്നു എന്നവകാശപ്പെടുന്ന പ്രൊജക്ട് ഡിസംബർ എന്ന AI അടിസ്ഥാനമാക്കിയുള്ള ബോട്ട് സിസ്റ്റമായിരുന്നു അത്. മാതൃരാജ്യമായ സിറിയയിൽ നിന്ന് 2015 ജർമ്മനിയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം സിറിൻ മെലാസ് അവളുടെ അമ്മ നജയിൽ നിന്ന് വേർപിരിഞ്ഞു. ബെർലിനിൽ വെച്ച് സിറിൻ തന്റെ മകൾ ഇഷ്താറിനെ പ്രസവിച്ചു. അന്നു മുതൽ അവൾ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിനുള്ള അവസരം ലഭിക്കുന്നതിന് മുൻപ് അമ്മ നജ 2018 82-ാം വയസ്സിൽ വൃക്ക തകരാർ മൂലം മരണപ്പെടുന്നു. ഈ ദുഃഖം അസഹനീയമായിരുന്നുവെന്ന് സിറിൻ പറയുന്നു. വികാരങ്ങളെ ഉപേക്ഷിച്ചാൽ അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങും. അതിനാൽ അവയെ പ്രകടിപ്പിക്കുന്നതിന് ഒരു അവസരം വേണം. എനിക്ക് ആ അവസാന അവസരം അമ്മയോട് ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിയുക എന്നതായിരുന്നു. അങ്ങനെയാണ് ഇവർ പ്രൊജക്ട് ഡിസംബർ എന്ന മരണപ്പെട്ടവരോട് സംസാരിക്കാൻ കഴിയുന്ന AI ടൂളിലേക്ക് തിരിയുന്നത്. അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവരുടെ പ്രായം, ബന്ധം, സ്വഭാവ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഓൺലൈൻ ഫോം പൂരിപ്പിക്കുക മാത്രമായിരുന്നു ഇതിനായി ചെയ്യേണ്ടിയിരുന്നത്. തുടർന്ന് സിറിൻ മെലാസ് നൽകിയ ഇൻപുട്ടുകളെ അടിസ്ഥാനമാക്കി AI ടൂൾ അവളുടെ അമ്മയുടെ പ്രൊഫൈൽ സൃഷ്ടിച്ചു. വെറും $10 ചിലവിൽ പ്രൊജക്ട് ഡിസംബറിന്റെ ഉപയോക്താക്കൾക്ക് 1 മണിക്കൂറോളം ചാറ്റ് ബോട്ടിലേക്ക് സന്ദേശം അയക്കാൻ ഇതുമൂലം സാധിക്കും. എന്നാൽ തന്റെ കാര്യത്തിൽ ഇതല്പം ഭയാനകമായിരുന്നു എന്നാണ് സിറിൻ പറയുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ തന്നോട് അമ്മ ഇടപഴകാറുള്ളതിനോട് സമാനമായി തന്നെ ഈ AI ചാറ്റ് ബോട്ട് തന്നോട് പ്രതികരിച്ചു. ഇവരുടെ ചാറ്റിന്റെ ചില സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മരണപ്പെടുന്നതിനു മുൻപ് അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് സിറിൻ പറയുമ്പോൾ മറുപടിയായി AI ക്രിയേറ്റ് ചെയ്ത അവളുടെ അമ്മയുടെ പ്രൊഫൈൽ പറയുന്നത് അതെന്റെ കയ്യിലുള്ള കാര്യമല്ല എന്നാണ്. മറ്റൊന്ന്, ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്ന ഒരു സന്ദേശം സിറിന്റെ മരിച്ചുപോയ അമ്മ നൽകുന്നു. എന്നാൽ എങ്ങനെയാണ് തന്നെ കാണുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ കാറ്റാണ്, നിനക്ക് വേണമെന്ന് തോന്നുമ്പോൾ നിന്നെ തഴുകി വീശുന്ന കാറ്റ്. തനിക്ക് കിട്ടിയ പ്രതികരണങ്ങളെല്ലാം വളരെ ജീവനുള്ളതായിരുന്നു. ഇത് വളരെ യാഥാർത്ഥ്യമാണെന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ ഇങ്ങനെ ഉത്തരം നൽകാൻ കഴിയുമെന്നും തോന്നിയിരുന്നു. തന്റെ അനുഭവത്തെക്കുറിച്ച് സിറിൻ വിവരിച്ചത് ഇങ്ങനെയാണ്. പ്രൊജക്ട് ഡിസംബറിൽ ഇപ്പോൾ തന്നെ 3000-ലധികം ഉപയോക്താക്കളാണുള്ളത്. അവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഉപയോക്താക്കൾ സാധാരണയായി ഒരാളുടെ പെട്ടെന്നുള്ള നഷ്ടം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണ് എന്നും സേവനത്തിന്റെ സ്ഥാപകനായ ജേസൺ റോറർ പറയുന്നു. അതേസമയം ആവശ്യമായ സ്വകാര്യത പ്രൊജക്ട് ഡിസംബർ ചാറ്റ്ബോട്ട് തനിക്ക് നൽകിയെങ്കിലും ആളുകൾ വളരെ ജാഗ്രതയോടെ മാത്രമേ ഈ AI ടൂൾ ഉപയോഗിക്കാവൂ എന്നാണ് സിറിൻ മെലാസിന്റെ അഭിപ്രായം. ആളുകൾ എളുപ്പത്തിൽ ഇതിനോട് അടിമപ്പെടുമെന്നാണ് കരുതുന്നത്. കൂടാതെ ഇത് നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിൽ അത്രയും മോശമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നത് തനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നും സിറിൻ കൂട്ടിച്ചേർത്തു. അതിനാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ദുഃഖത്തിന്റെ സ്വാഭാവിക പ്രക്രിയയിലൂടെ കടന്നുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് കഴിയാതെ വന്നാൽ വൈദ്യസഹായം അല്ലെങ്കിൽ തെറാപ്പി തേടുന്നത് ഉചിതമായിരിക്കും.